നാലുപാടും കാറ്റടിച്ചുയർന്നെന്നാലും ശാന്തസമുദ്രം പോലും കോപിച്ചിടിലും മുൻപിൽ കാണും പ്രതീക്ഷകളില്ലതായാലോ ശാന്തമായ യേശു ശബ്ദം ഞാൻ കേൾക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ചില നാളുകൾക്ക് മുമ്പ് ഞാൻ എഴുതിയ പാട്ടിൻ്റെ 4 വരിയാണ് ഞാൻ പാടിയത്. ഇന്ന് നിങ്ങളോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിപ്പാൻ ഉദ്ദേശിക്കുന്ന ഭാഗം വിശുദ്ധ പൗലോസിൻ്റെ യാത്രയിൽ സംഭവിച്ച ആ കപ്പൽ ഛേദത്തിൽ ഉണ്ടായ ചില സാഹചര്യങ്ങളും അതിനുശേഷം ഇന്ന് നാം അറിയുന്ന മെലീത്ത അല്ലെങ്കിൽ മാൾട്ട ദ്വീപിൽ അവരെത്തിപ്പെടുകയും ചെയ്ത സന്ദർഭത്തിൽ സംഭവിച്ച കാര്യങ്ങളുടെ ഒരു ചെറിയ വിവരണമാണ് ഇവിടെ ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. അതിങ്ങനെയാണ്: 14 ദിവസം സൂര്യചന്ദ്രന്മാരെ കാണാതെ പൗലോസും തന്നോടുകൂടെയുള്ള യാത്രക്കാരും, തടവുകാരുണ്ട്, തൻ്റെ സ്നേഹിതർ 1-2 പേരെങ്കിലും കൂടെ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ലൂക്കോസും മറ്റൊരു സ്നേഹിതനുമുണ്ടെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. ഏറെക്കുറെ ആ വാദം ശരിയുമാണ്. ലൂക്കോസാണ് അപ്പോസ്തല പ്രവൃത്തി എഴുതിയത്. വ്യക്തമായി യാതൊരു തെറ്റും പറയാതെ ഒരു യാത്രയുടെ ക്രമീകരണം എങ്ങനെയാണ്, ഒരു കപ്പൽ യാത്രയുടെ ഛേദത്തെക്കുറിച്ച് എഴുതുമ്പോൾ അതിലെ സകല വിവരങ്ങളും എഴുതിയതാണ്. ഇവിടെ പൗലോസിൻ്റെ ദർശനത്തിന് കപ്പലുടമയോ ക്യാപ്റ്റനോ സമ്മതം കൊടുത്തില്ല. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കപ്പൽ നീക്കി നോർത്ത് ഈസ്റ്റേൺ ഹറിക്കെയിൻ അടിച്ച് അല്ലെങ്കിൽ ഈശാനമൂലൻ അടിച്ച് കപ്പൽ തകർന്നു. എന്നാൽ തലേ രാത്രി ദൈവം പൗലോസിനോട് പറഞ്ഞതുപോലെ സംഭവിച്ചു. പൗലോസ് പറയുകയാണ്, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ച് നിൽക്കുന്ന ദൈവം കഴിഞ്ഞ രാത്രിയിൽ എന്നോട് പറഞ്ഞു, ഈ 276 യാത്രക്കാരെയും തിരികെ നൽകുമെന്ന്. അതവർ വിശ്വസിച്ചില്ല. രക്ഷപ്പെട്ട് അവരെത്തിച്ചേർന്നത് ഇപ്പോഴത്തെ മാൾട്ട എന്ന് പറയുന്ന ആ ദ്വീപ് സമൂഹത്തിൽ ഒരു വലിയ ദ്വീപിലാണ്. അവിടെ എത്തിയ പൗലോസിൻ്റെ ചില സാഹചര്യങ്ങൾ വിശുദ്ധ ലൂക്കോസ് എഴുതിയിരിക്കുന്നതാണ് ഇന്നത്തെ എൻ്റെ ചിന്താവിഷയം. അവിടെ താമസിക്കുമ്പോൾ ആ ദ്വീപ പ്രമാണിയുടെ അപ്പൻ, പുബ്ലിയോസ് എന്ന് പറയുന്ന ദ്വീപ പ്രമാണിയുടെ അപ്പൻ ഡിസെൻട്രിയും ഫീവറുമായി, അതിന് മെഡിക്കൽ സയൻസ് പേരിട്ടിരിക്കുന്ന മാൾട്ട ഫീവർ എന്നാണ്. ആ ഫീവർ പിടിക്കപ്പെട്ട് ഇരുന്ന ആളിനെ ഈ പ്രിയപ്പെട്ടവർ പോയി കൈവച്ച് പ്രാർത്ഥിച്ചു. അതിന് ഉപയോഗിച്ചിരിക്കുന്ന പേര് അയോമിയ എന്നാണ്. സ്പർശിച്ച് പ്രാർത്ഥിക്കുക. ഇവിടെ 2 വിധത്തിലുള്ള പ്രാർത്ഥനകൾ നാം കാണുന്നുണ്ട്. അതിനുശേഷം പൗലോസ് കൂട്ടരും അവിടെ ലൂക്കോസ് ഉണ്ടായിരുന്നു. ലൂക്കോസ് എന്തെങ്കിലും അത്ഭുത പ്രവൃത്തികൾ ചെയ്തതായിട്ടോ മെഡിക്കൽ ഫീൽഡിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തതായിട്ടോ മറ്റെങ്ങും കാണുന്നില്ല. അവർ 3 മാസം അവിടെ താമസിച്ചപ്പോൾ ആ ദ്വീപിലുള്ള രോഗികൾക്ക് സൗഖ്യം കൊടുത്തു, ചികിത്സിച്ച് സൗഖ്യം കൊടുത്തു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പേര് തെറാപ്പിയോ എന്നാണ്. 2 പദങ്ങളാണ്. ഒന്ന് അയോമിയോ, തൊട്ട് സൗഖ്യമാക്കുന്ന. ഇത് കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അപ്പോസ്തലനായ യാക്കോബ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ഞാൻ നിങ്ങളെ അയക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുമ്പോൾ, ഒരാൾക്ക്, ഒരു ദൈവപൈതലിന് എണ്ണ പൂശി പ്രാർത്ഥിപ്പാനും രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിപ്പാനും അധികാരമുണ്ടെങ്കിൽ അത് ചെയ്യാം. 2-ാമത്തെ ഭാഗം 3 മാസത്തോളം അവിടെ താമസിച്ചപ്പോൾ അവിടെ തെറാപ്പിയോ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചികിത്സിച്ച് രോഗികളെ ഭേദമാക്കുന്ന ഒരു പ്രക്രിയ. തീർച്ചയായിട്ടും ഇത് രണ്ടും കർത്താവ് പറഞ്ഞ പോലെ രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ട്. ആ ഒരു വലിയ ദൗത്യം ഒന്നിച്ച് കാണുന്ന ഒരു വേദഭാഗമാണ് നമ്മൾ
പുറമേ വായിച്ചാൽ നമ്മൾക്ക് അതിൻ്റെ അർത്ഥവ്യാപ്തി മലയാളത്തിലോ അത് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഗ്രീക്കിൽ അങ്ങനെയാണ് ഈ 2 വാക്കുകളും ഉപയോഗിച്ചിരിക്കുന്നത്. 3 മാസക്കാലം അവർ താമസിച്ച് തിരിച്ചവരെ കപ്പൽ കയറ്റി വിട്ടത് വളരെ അനുഗ്രഹത്തോടെ ആ ദ്വീപവാസികൾ കയറ്റി വിട്ടു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളെയും എന്നെയും കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഏത് ശുശ്രൂഷയും ചെയ്യുവാൻ തക്കവണ്ണം നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ ദൈവം പ്രവർത്തിക്കുമെന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യപത്രം കൂടെയാണ് ലൂക്കോസിൻ്റെ ഈ വിവരണം. ലൂക്കോസിൻ്റെ ഈ വിവരണം നാം വായിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിൻ്റെ 7, 8, 9 വാക്യങ്ങളാണ്. ഈ വചനം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇത് നിങ്ങൾക്ക് വിടുതലിന് കാരണമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളിരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.